ഇന്ത്യയും കുവൈറ്റും തമ്മിൽ പ്രതിരോധ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ധാരണയായി. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. മറ്റ് വിവിധ മേഖലകളിൽ ഒരുമിച്ചുള്ള പങ്കാളിത്തത്തിനും ധാരണയിലെത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടാണ് മടങ്ങിയത്. ഇന്ത്യ കുവൈറ്റ് ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നതിലേക്കായി ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. പ്രതിരോധം, സാംസ്കാരികം, കായികം, ഇന്റർനാഷണൽ സോളാർ അലയൻസ് തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുന്നതിനും പങ്കാളിത്തത്തിനുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. അടുത്ത 4 വർഷത്തിലേക്ക് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടികൾ, സ്പോർട്സ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലേക്കായി 3 വർഷത്തെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, കുവൈറ്റിനെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ബയാൻ കൊട്ടാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുകയും ഉന്നത ഭരണ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ചയും നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ചരിത്ര ബന്ധങ്ങൾ കൂടാതെ വിവിധ മേഖലകളിൽ കൈവരിക്കേണ്ട നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചും നേതാക്കൾ ചർച്ചകൾ നടത്തി. സുജിത് സുരേഷൻ, ജനം, കുവൈറ്റ്.